വെൽക്കം എവരിവൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൈസെൽഫ് സച്ചിൻ. ഇത് നമ്മൾ CSAT ആണ് പഠിക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ CSATൻ്റെ കുറച്ച് കൺസെപ്റ്റ്സ് പഠിച്ചിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ഓപ്പറേഷൻസിലേക്ക് വരാം. കാരണം ഇനി നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ വേണം. നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ്സിൽ നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ ഡിജിറ്റ്സ് അതുപോലെ അതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. നൗ വി ആർ ഗോയിങ് ഫോർ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ബേസിക് ഓപ്പറേഷൻസ്. ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഗോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. Yes, so multiplication we are going with multiplication of decimal numbers. Okay, so ഇനി എന്താണ് ഡെസിമൽ നമ്പേഴ്സ്? ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? 27.85 അല്ലേ, എന്തുണ്ടാവും? ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ഡെസിമൽ ഉണ്ടാവും. സോ ദീസ് ആർ കോൾഡ് ഡെസിമൽ നമ്പേഴ്സ്. നൗ ഈ ഡെസിമൽ നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യും. സോ ആദ്യം എന്ത് ചെയ്യുക? ഈ ഡെസിമൽ പോയിന്റ് അവിടെ ഇല്ല എന്ന് കണക്കാക്കുക. 27.85. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഈസ് 27.85 മൾട്ടിപ്ലൈഡ് ബൈ 3. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഡെസിമൽ ഇല്ലാതെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം എന്ത് ചെയ്യുന്നു? 3 5s are 15, 5 ക്യാരി ഓവർ 1, 3 into 8 24 plus 1 25, ക്യാരി ഓവർ 2, ക്യാരി ഓവർ കറക്റ്റായിട്ട് നോക്കുക. Then 3 into 7 21 plus 2 23, 2 ക്യാരി ഓവർ, 3 into 2 6 plus 2 8. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 8355 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഒറിജിനൽ നമ്പറിലേക്ക് വരാം. ഒറിജിനൽ നമ്പറിൽ എത്ര ഡെസിമൽ ഉണ്ടായിരുന്നു? ഒറിജിനൽ നമ്പറിൽ 2 ഡെസിമൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ കിട്ടിയ ആൻസറിന് ഡെസിമൽ കൊടുക്കണം. എങ്ങനെ ഡെസിമൽ കൊടുക്കും? നോക്കുക, ഒറിജിനൽ നമ്പറിൽ 2 ഡെസിമൽ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വലത്ത് നിന്ന് 2 ഡിജിറ്റിന് ശേഷം ഡെസിമൽ ഇടണം. സോ നമ്മുടെ നമ്പറിന് എത്ര ഡെസിമൽ ഉണ്ടായിരുന്നോ അത്രയും ഡെസിമൽ തന്നെ നമ്മുടെ ആൻസറിനും കൊടുക്കുക. സോ ഇവിടെ 2 ഡിജിറ്റ് ആണ്. സോ ഇവിടുന്ന് വലത്ത് നിന്ന് ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ്, ഇത് സെക്കൻഡ് ഡിജിറ്റ്, അത് കഴിഞ്ഞിട്ട് എടുക്കുക. വലത്ത് നിന്ന് എടുക്കുക. യു ഹാവ് ടു ടേക്ക് ഫ്രം റൈറ്റ് സൈഡ്. ഓക്കെ, ഡെസിമൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? ഡെസിമൽ കൗണ്ട് ചെയ്യാൻ. സോ 27.85 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ത് കിട്ടും? 83.55. യെസ്, നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലൂടെ പോകാം. ലെറ്റ്സ് ഗോ ഫോർ വൺ മോർ ക്വസ്റ്റ്യൻ. യെസ്, 82.71 multiplied by 1.2. Okay, 82.71 multiplied by 1.2. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യം എന്തില്ല? ഡെസിമൽ ഇല്ല. നോർമൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 into 1 is 2, 2 7s are 14, ക്യാരി ഓവർ 1 വന്നു, 2 into 2 4 plus 1 5, then 2 into 8 നമുക്ക് 16 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോകുന്നു? 1 എടുക്കുന്നു. സോ 1 1s are 1. അത് എവിടെ എഴുതാവുള്ളൂ? ഇനി നമ്മൾ ഒരിക്കലും 2-ന് താഴെ എഴുതാൻ പാടില്ല. രണ്ടാമത്തെ നമ്പറിലാണല്ലേ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് നമ്പറിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്താണ് വരേണ്ടത്. സോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 1 വെച്ച് വരുമ്പം 1 1s are 1 എവിടെ എഴുതാവൂ? 4-ന് താഴെ എഴുതാവൂ. സോ ലാസ്റ്റ് ഡിജിറ്റിന് താഴെ എഴുതരുത്. സോ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ 1 1s are 1, 1 7s are 7, 1 2s are 2, 1 8s are 8. ഇനി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 2 4 plus 1 5, 7 plus 5 12, ക്യാരി ഓവർ 1 6, 7 plus 2 9, 8 plus 1 9. ഓക്കെ, ഇനി നമുക്ക് ഡെസിമൽ ഇടണം. എന്തിടണം? ഇനി നമുക്ക് ഡെസിമൽ ഇടണം. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2. നമ്മൾ എടുത്തേക്കുന്നത് 82.71 ആൻഡ് 1.2. 2 പേർക്കും എന്തുണ്ട്? 2 നമ്പേഴ്സിനും ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 നമ്പറിൻ്റെയും ഡെസിമൽ പോയിന്റ്സ് ആഡ് ചെയ്യുക. ഡെസിമൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെസിമലിന് ശേഷം എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഡെസിമലിന് ശേഷം 2 നമ്പേഴ്സ്, ഇവിടെ ഡെസിമലിന് ശേഷം 1 നമ്പർ. സോ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 3 നമ്പേഴ്സ് എന്തുണ്ട്? ഡെസിമലിന് ശേഷം വരുന്നുണ്ട് അല്ലേ. ടോട്ടൽ 3 നമ്പേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനൽ ആൻസറിനെ റൈറ്റിൽ നിന്ന് 3 നമ്പേഴ്സിന് ശേഷം ഡെസിമൽ ഇടുക. സോ 1 2 and 3 ഇതിന് ശേഷം വേണം ഡെസിമൽ ഇടാൻ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 82.71
മൾട്ടിപ്ലൈഡ് ബൈ 1.2, നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് 99.252. ഇതാണ് എന്ത്? ഡെസിമൽ നമ്പേഴ്സിൻ്റെ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സിൽ ഡെസിമൽ പോയിന്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഡെസിമൽ പോയിന്റ് ആഡ് ആണ് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ 2 ഡെസിമൽ, ഇവിടെ 1 ഡെസിമൽ, സോ ടോട്ടൽ 3 ഡെസിമൽ. ഇപ്പോൾ ഇവിടെ ഞാൻ 0.12 ആണ് എഴുതിയെങ്കിൽ 4 ഡെസിമൽ പോയിന്റ് വന്നേനെ, അല്ലേ? 4 ഡെസിമൽ പോയിന്റ് വന്നേനെ. സോ ഡെസിമൽ പോയിന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മൊത്തവും കൂടെ ആഡ് ചെയ്യണം. നമുക്കൊരു ഇച്ചിരി വലിയൊരു നമ്പർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ അനദർ നമ്പർ. 41.273 ഇൻറ്റു 0.88. 0.88 അല്ലെ? നമുക്ക് വേറെ നമ്പർ ആക്കാം, 0.83. ഓക്കെ, സോ ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ നോക്കിയേ. മുകളിലത്തെ നമ്പറിന് 3 ഡെസിമൽ പോയിന്റ്, താഴത്തെ നമ്പറിന് 2 ഡെസിമൽ പോയിന്റ്. സോ ടോട്ടൽ 3 + 2 5 ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്, അല്ലേ? 5 ഡെസിമൽ പോയിന്റ്സ് നമുക്കുണ്ട്. സോ ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 3 3s are 9, 3 into 7 21, 2 carry over, 3 2s are 6 plus 2 8, 3 1s are 3 and 3 4s are 12. ഇനി 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 3 24, carry over 2. 8 into 7 എത്ര കിട്ടും? 56 plus 2 58. 5 carry over വന്നു, അല്ലേ? ഓക്കെ, 2ന് 2 carry over ഉണ്ട്. സോ ഒന്ന് എന്ത് ചെയ്യുക? സർക്കിളിൽ ഇടുക. സർക്കിളിൽ ഇടുന്നത് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാരി ഓവർ ആണ്. 8 2s are 16 പ്ലസ് 5 ആണ് എടുക്കേണ്ടത്, 2 എടുക്കരുത്, 5. എത്ര കിട്ടും? 21 1 2 ക്യാരി ഓവർ. 8 1s are 8 പ്ലസ് 2 10. 10 വരുമ്പോൾ 0 എഴുതണം, ക്യാരി ഓവർ 1 ഇവിടെ എടുക്കുക 4ന്. 8 into 4 32, ക്യാരി ഓവർ 1 ആഡ് ചെയ്യുമ്പോൾ 33. ഇനി എന്ത് ചെയ്യുക? നമ്പേഴ്സ് ആഡ് ചെയ്യുക. 9 4 plus 1 5, 8 plus 8 16, carry over 1. So 3 plus 2 5 കിട്ടും, 2 4 and 3. So എന്ത് കിട്ടി? 3 4 2 5 6 5 9 എന്ന് കിട്ടി. ഇനി എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ 5 ഡെസിമൽ പോയിന്റ് ഉണ്ടെന്നാണല്ലേ പറഞ്ഞത്? 5. സോ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് 5 നമ്പർ നോക്കുക. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, ഫിഫ്ത്ത് നമ്പർ. സോ ആൻസർ എന്ത് കിട്ടും? 34.25659. 25659. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ എന്താണ്? നമുക്ക് ഡെസിമൽ പോയിന്റ്സ് ആഡപ്പ് ആകും. ഓക്കെ, ഇനി നമുക്ക് അഡീഷനിലേക്ക് പോകാം. ഓക്കെ, അഡീഷൻ. ഡെസിമൽ നമ്പർ അഡീഷൻ എങ്ങനെയായിരിക്കും? ഞാൻ എന്ത് ചെയ്യുന്നു? 48.12 പ്ലസ് 1.7. ഓക്കെ, ഇനി അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പം 2 നമ്പേഴ്സിൻ്റെയും ഡെസിമൽ ഒരേ ലൈനിൽ തന്നെ എഴുതുക. ഇവിടെ നോക്കി, ഞാൻ ഒരേ ലൈനിലാണല്ലേ ഡെസിമൽ എഴുതിയേക്കുന്നത്. അതിനർത്ഥം എനിക്ക് ഡെസിമൽ റിസൾട്ടിലും ആ ലൈനിൽ തന്നെ വരണം. ഓക്കെ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, എല്ലാ നമ്പറിൻ്റെയും, അതായത് നമ്മുടെ ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, നമ്മുടെ റിസൾട്ട്, ഈ 3ൻ്റെയും ഡെസിമൽ ഒരേ ലൈനിൽ എഴുതാൻ നോക്കുക. കാരണം നമുക്ക് അത്രയും എറർ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിന് പകരം ഞാൻ 48.12 പ്ലസ് 1.2 ഇങ്ങനെ എഴുതി. കൺഫ്യൂഷൻ വരില്ലേ? നമുക്ക് വരും. എവിടെ ഡെസിമൽ ഇടണമെന്ന് കൺഫ്യൂഷൻ വരും. ചിലരാണെങ്കിൽ ഇത് ചെയ്തിട്ട് 4 + 1 5 ഡെസിമൽ ഇട്ട് കഴിഞ്ഞു, അല്ലേ? ഡെസിമൽ ഇട്ട് കഴിഞ്ഞു. സോ എന്ത് ചെയ്യരുത്? ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. എഴുതുമ്പം ഡെസിമൽ എല്ലാം ഒരേ ലൈനിൽ തന്നെ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ 2 ഇവിടെ ഒന്നുമില്ല, അല്ലേ? 7 അവിടെ ഒന്നുമില്ല. സോ അതിൻ്റെ 0 കൊടുക്കുക. 7ന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, 0 എത്ര വേണോ കൊടുക്കാം. ഞാൻ 2 + 0 2 കിട്ടും, അല്ലേ? 7 + 1 8 കിട്ടും. ഡെസിമൽ നമ്മൾ ഓൾറെഡി കൊടുത്തു, എല്ലാം ഒരേ ലൈനിൽ ഡെസിമൽ കൊടുത്തു കഴിഞ്ഞു. ഇനി 8 + 1 9, 49. ഓക്കെ, 49.82. ഇവിടെ നമുക്ക് എന്തില്ല? ഡെസിമലിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുകയോ ഡെസിമൽ സബ്ട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഡെസിമൽ പോയിന്റ് നമുക്കെല്ലാം ഒരേ ലൈനിൽ അങ്ങ് കൊടുത്തു മാറുകയാണ്. അഡീഷനിലായിരുന്നു 2 നമ്പറിനും 2 സെറ്റ് ഓഫ് ഡെസിമൽ ആണെങ്കിൽ, ഇപ്പോൾ ഒരു നമ്പറിന് 2 ഡെസിമൽ, രണ്ടാമത്തെ നമ്പറിന് 1 ഡെസിമൽ ആണെങ്കിൽ ടോട്ടൽ ആൻസറിൽ 3 ഡെസിമൽ പോയിന്റ് വരും. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. എഴുതുമ്പോൾ എല്ലാ ഡെസിമലും ഒരേ ലൈനിൽ എഴുതിപ്പോവുക. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം.
847.62 പ്ലസ് 203.79 അല്ലേ? 847.62 പ്ലസ് 23.79. നോക്കിയാൽ ഞാൻ ഡെസിമൽ എല്ലാം ഒരേ ലൈനിൽ എഴുതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഡെസിമൽ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, 9 + 2 ചെയ്യണം. 9 + 2 ചെയ്യുമ്പോൾ എനിക്ക് 11 കിട്ടും. 1 ഇവിടെ 1 ക്യാരി ഓവർ അല്ലേ? 9 + 2 ചെയ്തപ്പോൾ എനിക്ക് 11 കിട്ടി, 1 ക്യാരി ഓവർ. 6 + 1 7, 7 + 7 14. സോ 4 എഴുതുക. ക്യാരി ഓവർ ഉണ്ടല്ലേ? ക്യാരി ഓവർ എന്ത് ചെയ്യണം, സാധാരണ കൊടുക്കുന്ന പോലെ തൊട്ടടുത്ത നമ്പറിലേക്ക് കൊടുക്കുക. അവിടെ ഡെസിമൽ ഒന്നും നമുക്ക് ബാധകമേ അല്ല. സോ 14 ആയിരുന്നു, 1 ഇവിടെ ക്യാരി ഓവർ വരും. ഓക്കെ, നൗ 7 + 1 8, 8 + 3 11. സോ 1 11ന്റെ ക്യാരി ഓവർ ഇവിടെ വന്നു. നൗ 4 + 1 5, 5 + 2 7 അല്ലേ? അതിനുശേഷം ഈ 8 താഴോട്ട് കൊണ്ടുവരിക. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും, 871.41. സോ 847.62 പ്ലസ് 23.79 എന്ത് കിട്ടും? ആൻസർ ഈസ് 871.41. ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? യെസ്. സോ ഇതാണ് അഡീഷൻ. അഡീഷനിൽ ശ്രദ്ധിക്കേണ്ടത്, ഡെസിമൽ എഴുതുമ്പം ഒരേ ലൈനിൽ തന്നെ ഡെസിമൽ എഴുതി പോകണം. ഓക്കെ, ഡെസിമൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡെസിമൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാൻ പാടില്ല. കൺഫ്യൂഷൻസ് വരും എന്ത് ചെയ്യുമ്പം, അഡീഷൻ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് സബ്ട്രാക്ഷനിലേക്ക് പോകാം അല്ലേ? സബ്ട്രാക്ഷനിൽ ഞാൻ പറഞ്ഞു ഡെസിമൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. 32.79 മൈനസ് 1.65 അല്ലേ? 1.65. നോർമൽ സബ്ട്രാക്ഷൻ. 9ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4. 7ൽ നിന്ന് 6 കുറച്ചാൽ 3. ഞാൻ പറഞ്ഞു ഡെസിമൽ എല്ലാം ഒരേ ലൈനിൽ, ആൻസറിനും ആ സെയിം ലൈനിലാണ് ഡെസിമൽ ഇടുക. നൗ 2 - 1 is 1. 3 ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 0 കൊടുക്കാം. സോ 3 - 0 3 തന്നെ കിട്ടും. സോ ദ ആൻസർ ഈസ് 31.34. ഇതാണ് എന്ത്, സബ്ട്രാക്ഷൻ. ഓക്കെ, സബ്ട്രാക്ഷനിൽ നമുക്ക് കുറച്ചധികം കേസസ് വരുന്നുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സബ്ട്രാക്ഷൻ്റെ ഒരു കേസ് നോക്കാം. സോ 39.24 മൈനസ് 28.76 അല്ലേ? 39.24 മൈനസ് 28.76. ഞാൻ ഇവിടെ നോക്കി, എനിക്ക് 4ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യണം. നമുക്കറിയാം ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്യും, ബോറോ ചെയ്യും അല്ലേ? തൊട്ടടുത്ത ആളിൽ നിന്ന് കടം വാങ്ങും. സോ ഇവിടെ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2ൽ നിന്ന് 1 കടം വാങ്ങി. 4 എന്ത് ചെയ്തു, 2ൽ നിന്ന് 1 കടം വാങ്ങി. അപ്പോൾ 4 എന്തായി പോവും, 1 കടം വാങ്ങുമ്പോൾ 4 14 ആകും അല്ലേ? 2 1 അങ്ങ് കൊടുത്തു. അപ്പോൾ 2 എന്തായി, 2ന് ബാക്കി ഇനി എന്തേ ഉള്ളൂ, 1 ഉള്ളൂ. ഓക്കെ, 2 എന്ത് ചെയ്തു, 2 1 കൊടുത്തു. അപ്പോൾ 2ന് ബാക്കി 1 ഉള്ളൂ. നൗ 14ൽ നിന്ന് 6 കുറച്ചു, എന്ത് കിട്ടും, 8 കിട്ടും. ഇനി 1 - 7 നോക്കുക. 1 - 7. സോ 1ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഈ 1 എന്ത് ചെയ്യും, തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിൽ നിന്ന് കടം വാങ്ങും. തൊട്ടടുത്ത് 9 കിടപ്പുണ്ട്. 9ൽ നിന്ന് കടം വാങ്ങുമ്പോൾ 1 എന്തായി പോവും, 1 11 ആകും. 9 1 കൊടുത്തു. അപ്പോൾ ഇനി 9ന് ബാക്കി എത്രയേ ഉള്ളൂ, 8 ഉള്ളൂ ബാക്കി. ഞാൻ നോക്കുക 11 - 7 എന്ത് കിട്ടും, 4 കിട്ടും. ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിൽ തന്നെ കൊടുക്കണം. നൗ 8 - 8 ആണ്, രണ്ടും 8 ആണല്ലോ. 8 - 8 എന്ത് കിട്ടും, 0 കിട്ടും. 3 - 2 എന്താവും, 3 - 2 will be 1. സോ ആൻസർ എന്താണ്, 10.48 വരും. ഓക്കെ, 10.48. സോ ശ്രദ്ധിക്കണം, വലുതിൽ നിന്ന് നമുക്ക് ചെറുത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, തൊട്ടടുത്ത് നിന്ന് ബോറോ ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ, ഇവിടെ നിന്നൊന്നും പോയി ബോറോ ചെയ്യരുത്. ഇവിടെ 9 കിടപ്പുണ്ട്. 9ൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, 4ന് ബോറോ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ബോറോ ചെയ്യുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. സോ 2ൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇത് 14 ആവും. 4 എന്താകും, 14 ആകും. 2 1 കൊടുത്തത് കൊണ്ട് 2 1 ആയിപ്പോയി അല്ലേ? 2 എന്തായി, 2 1 ആയിപ്പോയി. ഞാൻ 14ൽ നിന്ന് 6 കുറച്ചു, 8 കിട്ടി. അതുപോലെ തന്നെ അടുത്തത് 1ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 അടുത്ത 9ൽ നിന്ന് കടം വാങ്ങും. 9ൽ നിന്ന് കടം വാങ്ങുമ്പോൾ 1 എന്തായി, 1 11 ആയി. 11 - 7 4 കിട്ടി അല്ലേ? Now 8 - 8 0, 3 - 2 1. So 10.48. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സബ്ട്രാക്ഷൻ്റെ അടുത്ത ഒരു കേസ്, അടുത്ത 2 കേസും കൂടെ ഉണ്ട്. വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.